الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൂർണ്ണമായ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാഹ്. ഒരുപാട് രോഗികൾ ശിഫയാകാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ഹബീബായ മുത്തുനബിയുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ നിന്ന് അംർ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറഞ്ഞു തരുന്നു. റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ നുഐം റളിയല്ലാഹു അൻഹു, പറയുന്നത് അംർ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്, ഒരു നാള് അബൂ താലിബിന്റെ മുട്ട ഒരു കച്ചവടത്തിന്റെ ഒരു സംഘം, ബിസിനസ് ആക്കുള്ള ഒരു സംഘം അബൂ താലിബിന്റെ മുട്ട വന്നാർ. അങ്ങനെ ബിസിനസ്സുമായിട്ടുള്ള ചെറിച്ച് നടക്കുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം 8-9 വയസ്സുള്ള കിടാവല്ലേ, ആ കുട്ടിയാകുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ മുട്ട വന്നു. കാരണം മൂത്തബല്ലേ, എല്ലാ സംരക്ഷണം കൊടുക്കുന്നത് ബാപ്പന്റെ സ്ഥാനത്ത് നിന്നിട്ട് മൂത്തബയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ താലിബിന്റെ മുട്ട വന്നപ്പോ ഈ യഹൂദി, ഈ സംഘം, ബിസിനസ്സിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി വന്ന ഈ ജൂതന്മാർ ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ട് കച്ചവടം സ്റ്റോപ്പാക്കിയിട്ട് കച്ചവട സ്വറ അവിടെ നിപ്പാട്ടിയിട്ട് വേഗം അങ്ങനെയാക്കിയ ജാഗകാലാക്കിയ അബൂ താലിബ് നയിക്കൊണ്ടുണ്ടു. അള്ളാഹുവിൻ്റെ റസൂല് അബൂ താലിബിന്റെ മുട്ട വരുന്നതും അതേപോലെ ഇങ്ങനെ കച്ചവടം മതിയാക്കിയിട്ട് ഇങ്ങനെ ഒറ്റ പോക്കാണ് ജൂതന്മാർ. അപ്പോ അബൂ താലിബ് മുട്ട എന്ന ഒരാളെ വിളിച്ചിട്ട് ചെന്ന് ഇതാ ഇന്ന പക്കത്ത് നീ പോണം. ആ ജൂതന്മാർ അവിടെ ഉള്ള പോയിട്ട് നീ ഒരു ഐഡിയ, ഒരു തന്ത്രാക്കും. എന്തിനേ അങ്ങനെ കണ്ടെങ്കിൽ അങ്ങ് ആ ജാഗരിക്കുവാർ, അവിടെ പോയിട്ട് കണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് പിന്നീട് കൈ കടിക്കണം. ഇങ്ങനെ ഇപ്പൊ സൗണ്ടാകുമ്പോൾ എന്താക്കുവാറ്, നിന്റെ അങ്ങ് നോക്കുവാറ്. അങ്ങനെ നോക്കിയാറെ നീ ചൊല്ലണു റഅയ്തുൽ അജബ കുല്ലൽ അജബ്. എന്തിനു പോകാൻ, നാളെ അത്ഭുതമായ ഒരു വിശേഷമുള്ള ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് ചൊല്ലണു. നാളൊരു അത്ഭുത വിഷയം കണ്ടു നീ ചൊല്ലണു പോയിട്ട്. അങ്ങനെ ഈ ചൊന്ന ആൾ അബൂ താലിബിന്റെ ആ ചൊന്ന ആള് അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ആ ജൂതന്മാർ അവിടെ ധരിച്ചിട്ടുള്ളാറ്. അങ്ങനെ കണ്ടപാടമേ അബൂ താലിബ് ചൊന്ന ഐഡിയ, കാരണം വലിയ ഹിക്മത്തുകാരാണ്, കാരണം ഖുറൈശി അറബികളല്ല, വലിയ ഹിക്മത്തുകാരാണ്. അങ്ങനെ കൈയെടുത്തിട്ട് മറ്റേ കൈയിലേക്ക് അടിച്ചപ്പോൾ ജൂതന്മാരെല്ലാവരും ഇയാളെ നോക്കി. അപ്പൊ ചൊന്തേ എനിക്കൊരു വിഷയം ഒന്നുണ്ട, റഅയ്തുൽ അജബ കുല്ലൽ അജബ്. ഞാൻ ഒരു അത്ഭുതമായ വിഷയങ്ങൾ, അത്ഭുതം സാധാരണ അത്ഭുതമൊന്നുമല്ല, ഭയങ്കര ഒരു അത്ഭുതമായ ഒരു മനുഷ്യന്മാരെ അതിശയപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ട് ഈ മനുഷ്യൻ ചൊന്തു. അപ്പോ അങ്ങ് ചൊന്നാറ് അയ്യ അജബ് അജബിൻ റഅയ്ത, നീ ഏത് അത്ഭുത വിഷയം കണ്ടേ, നിന്നെ അത്ഭുതപ്പെടുത്തുറോ ആ വിഷയം ഏത്? അതിനെക്കാട്ടിയും വലിയ അത്ഭുതം ഖദ് റഅയ്നാ നഹ്നു അഅജബു മിമ്മാ റഅയ്ത. നീ കണ്ട അത്ഭുതത്തിനേക്കാളും, നിന്നെ അതിശയപ്പെടുത്തിയ ആ വിഷയത്തിനേക്കാളും വലിയ വിഷയം ഞങ്ങൾ കണ്ട. നിന്റെ അത്ഭുതം എന്തൊരു വിഷയമുണ്ട്? അപ്പൊ ഇയാൾ കേട്ടിട്ട് അതേതാണ് ആ വലിയ അത്ഭുത വിഷയം, നിങ്ങൾ കണ്ട ആ വലിയ അത്ഭുത വിഷയം രണ്ടേക്കാട്ടും വലുത് നിങ്ങൾ കണ്ടാറിഞ്ഞാറല്ലേ, അത് ഏത്? അപ്പോഴാണ് ആ ഇത് ജൂതന്മാർ ചൊല്ലേ റഅയ്ന സഅത മുഹമ്മദൻ യംശി അലാ വജ്ഹിൽ അർദ്. അങ്ങ് ചൊല്ലേ ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ, ഞങ്ങൾ പഠിച്ച തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ഓതി എല്ലാ ഗ്രന്ഥത്തിലും ചെന്നതുപോലെ ഖിയാമത്ത് നാളാകുമ്പോൾ അവസാനത്തെ നബിയായിട്ട് വരുന്ന ആ മുഹമ്മദ് ഞങ്ങൾ ഇപ്പൊ കണ്ടാണ്. അത്ഭുതമായി റഅയ്ന സഅത മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് വന്നിട്ടില്ല. മുഹമ്മദ് നബി എന്താക്കി ഞങ്ങൾ ഇപ്പൊ കണ്ട യംശി
ആ മുഹമ്മദ് നബി നടന്നു പോകുന്നുണ്ട് അലാ വജ്ഹിൽ അർള്, ഈ ഭൂമി ലോകത്ത്. അത് വല്ലാത്ത അത്ഭുതമാണ്. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ചൊന്ന അതേ ആള് ആ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയിക്കൊണ്ടുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിയാൻ ജൂതന്മാർക്ക് മനസ്സിലാക്കി തുടങ്ങി. ജൂതന്മാർ ആ പഠിച്ച ആ വസ്തുക്കള്, ആ അവസാനത്തെ നബിനെ കുറിച്ച് പറഞ്ഞ ആ വിഷയങ്ങൾ അവർ വെച്ച് നോക്കുമ്പോൾ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അതിനേക്കാളും വലിയ അത്ഭുതമാണ് കണ്ടത് എന്ന് അവർ പറഞ്ഞു. അപ്പൊ എന്തിനാണ് പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കുട്ടിക്കാലത്തിന്റെ അത്ഭുതങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഇനി റസൂലുള്ള മക്ക വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്ന വിഷയം പറയുന്നത്, അതായത് അബൂ ത്വാലിബ് അല്ലെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോനെ പോലെ സ്വന്തം മക്കളെക്കാളും യാറെ പിരിസത്തിൽ നോക്കിയോ ഹബീബായ മുത്തുനബി. അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബാപ്പയോട് അല്ലെ. അബ്ദുൽ മുത്തലിബ് ചൊന്നു, ബാപ്പ മുഹമ്മദിന്റെ വിഷയത്തിൽ, എൻ്റെ സഹോദരന്റെ വിഷയത്തിൽ എന്തും ബേജാറാവണ്ട, വസിയത്താക്കണ്ട, നാം വേണ്ടിയതുപോലെ നോക്കുവാൻ ചൊന്നിട്ടു. അങ്ങനെ റസൂലുള്ളാഹിനെ പൊന്നുപോലെ നോക്കിയത് കൊണ്ടിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ അബൂ ത്വാലിബ് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഓരോ ചലനങ്ങളിലും, ഓരോ ദഹിക്കുമ്പത്തും എണിക്കുമ്പത്തും പോകുമ്പത്തും വരുമ്പത്തും തിന്നുമ്പത്തും അല്ലെ, ഭക്ഷണം പോലും അങ്ങ് മയ്യായില്ലെങ്കിൽ അങ്ങ് മയ്യാവില്ല. ആ സമയത്ത് എല്ലാ മക്കൾക്കും മയ്യാവണമെങ്കിൽ റസൂലുള്ളാഹി ദഹിപ്പാട്ടിരുത്തിയപ്പോൾ ഭക്ഷണം മയ്യാ ചരിത്രം ഞാൻ ചൊന്നതാണ്. അപ്പൊ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയ അബൂ ത്വാലിബ് നല്ലോണം റസൂലുള്ളാഹിന്റെ ബറക്കത്ത് ആസ്വദിച്ച ഒരാളാണ് കുട്ടിക്കാലത്ത് തന്നെ. അങ്ങനെ മക്കൾക്കാർക്കുള്ളൊരു ഇതാണ്, ഷാമിലേക്ക് ബിസിനസ്സിൽ പോകണ്ടേ, കച്ചവടത്തിൽ പോകണ്ടേ. ഖുറൈശികളും അതേപോലെ ഖുസാ ഗോത്രക്കാർ സാധാരണ ഷാമിലേക്ക് പോകണ്ടേ, ബാണിയാക്കരെ പാട മക്കത്ത് പണ്ടേ. ഇത് ആ മക്കത്ത് ഒരു റൂഢിയായിട്ടിക്കിട്. അങ്ങനെ ഖുറൈശികളൊട്ടിಗೆ അബൂ ത്വാലിബ് കച്ചവടത്തിന് വേണമായിട്ട് പുറത്തായിട്ട്. അണ്ട് റസൂലുള്ളാഹിക്ക് ഏകദേശം 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സിന് കിടാവാണ് ഹബീബായ മുത്തുനബി. അങ്ങനെ അബൂ ത്വാലിബ് കച്ചവടത്തിന് വേണമായിട്ട് ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ എല്ലാ റെഡിയും ഒട്ടകം വന്നിട്ട് നിന്നിട്ട് അബൂ ത്വാലിബ് കിടാലിട്ട് ചുമത്തു, മോനെ ഞാൻ ഷാമിലേക്ക് പോയിട്ട് വേണ്ടേ, ബിസിനസ് എല്ലാവരും പോയിക്കൊണ്ടുള്ളാറ്, ബാണ്യത്ത് എല്ലാവരും പോയിക്കൊണ്ടുള്ളാറ്, ഞാൻ ബാണ്യത്തേക്ക് പോയിട്ട് വേണ്ടേ ചൊന്നിട്ടു. ആ ഒട്ടകത്തിൻ്റെ മേലെ ദയിക്കുമ്പോ ഹബീബായ മുത്തുനബി ഒട്ടകത്തിൻ്റെ വള്ളിയും പിടിച്ചിട്ടുണ്ട്. കേട്ട ഒരു ചോദ്യമാണ്, യാ അമ്മു മൻ തുഖ്ലിഫുനി ബഅദക ലാ ഉമ്മ ലീ വലാ അബ. മൂത്താപ്പ, നീ പോണ്ട കരട്ട്, നീ പോണ്ട കരട്ട്, ഇനി എൻ്റെ സംരക്ഷണം നിങ്ങൾ ബറുത്തോളം ആരെടുക്കുവാറ്, എൻ്റെ കാര്യം ആര് ഏറ്റെടുക്കുവാർ? എനിക്ക് ഉമ്മയും ഇല്ല ബാപ്പയും ഇല്ല. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത എൻ്റെ ഈ സംരക്ഷണം, നക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഇനി ആരാണ് നിങ്ങൾക്ക് പകരമായിട്ട് എടുക്കുന്നത്? ഈ ഒരു പഴക്ക കേട്ടപ്പോ അബൂ ത്വാലിബ് ഇത് കേട്ടിട്ട് ദഹിക്കുകയില്ല. ആ ഒട്ടകത്തിന് താഴെ ഇഴിഞ്ഞിത്ത് മോനെ, എൻ്റെ ഒട്ടകമേന് ഷാമിലേക്ക്. അതാണ് ആദ്യത്തെ യാത്ര. അങ്ങനെ ഒട്ടകത്തിന്റെ മുമ്പിൽ തന്നെ, മുന്നോട് തന്നെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ദയിപ്പാടിട്ട് ആ ഒട്ടകത്തിന്റെ മേലെ ഇരുന്ന് ഷാമിലേക്ക് യാത്ര പോവുകയാണ്. വളരെ വിശാലമായ ചരിത്രമാണ്. അങ്ങനെ ഷാമിലേക്ക് പോയി ഒരു മർത്തടി എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അതേപോലെ അബൂ ത്വാലിബ് യാത്രാ സംഘം എല്ലാവരും എന്താക്കിയ റെസ്റ്റ് എടുക്കുവാനായിട്ട് ഒരു മരത്തിലടി ഇളിഞ്ഞാർ. എല്ലാവരും ഇരുന്ന് ഞങ്ങളെ ഭക്ഷണവും ഞങ്ങളെ റെസ്റ്റും ഞങ്ങളെ ഉറങ്ങും എല്ലാം ഒരു സാധാരണ യാത്രയിൽ എല്ലാവരും എഴുന്നേറ്റ് ദഹിക്കുമ്പോൾ അതിൽ മുട്ടായിട്ടിക്കിട് ഒരു പുരോഹിതൻ, ബഹീറ എന്നാണ് ആ പുരോഹിതന്റെ പേര്. അയാളെ ടെൻറ്റില്, ആശ്രമത്തില് അയാൾ ദക്ഷിട്ട് അയാൾ ഇബാദത്ത് മൂസാ നബിനെ കൊണ്ടോ ഈസാ നബിനെ കൊണ്ടോ വിശ്വസിച്ച ആളാണ്. അയാൾ ആശ്രമത്തിൽ ഇങ്ങനെ ദക്ഷിട്ട് അയാൾ ഇബാദത്തുമായിട്ട് ഇങ്ങനെ എന്താക്കരുത്, അയാൾ ജീവനം ആയിക്കൊണ്ടുണ്ട്. പക്ഷെ എല്ലാ നാളും 3 വട്ട അയാൾ എന്താക്കുക, അയാൾ ടെൻറ്റിനെ മേള് പറ്റിയിട്ട് അയാളെ ആ ഉള്ള ആശ്രമത്തിന് മേള് പറ്റിയിട്ട് ഈ റോഡിൽ പോകണ്ടോ ഈ തെറിൽ പോകേണ്ട ആളുമാർ നിരീക്ഷണമായിക്കൊണ്ടിരിക്കും. ആറ് പോകണ്ട എന്തൊരു ബണ്ട് നിരീക്ഷണമായിക്കൊണ്ടിരിക്കും. അങ്ങനെ
നിരീക്ഷനായിക്കൊണ്ടിരിക്കും ഒരു കൂട്ടം സംഘം ആളുമാറും മരത്തിനാട്ടിൽ വന്നിട്ട് രക്ഷിറാറ് നോക്കുമ്പോ ആകാശലോകത്ത് നോക്കുമ്പോൾ മേഘ ഇങ്ങനെ തണലിട്ടിട്ടുണ്ട്. മേഘ ഫുള്ളായിട്ട് ആ ഭാഗം ഫുള്ളായിട്ട് തണലിട്ടിട്ടുണ്ട്. മേഘ വന്നിട്ട് ഇങ്ങനെ തണലിട്ട് നല്ല സെക്കുള്ള ടൈം, ചൂടുള്ള ടൈം. പക്ഷെ അവിടെ ആ മർത്തിര ഫുള്ളായിട്ട് മേൽഭാഗത്ത് തന്നെ ആ മേഘ വന്നിട്ട് തണലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അയാൾക്ക് മനസ്സിലായി, കാരണം ഈ മരുത്തിൻ്റെ സാധാരണ ആൾമാർ ദഹിക്കില്ല. ഇത് ദഹിക്കണമെങ്കിൽ അമ്പിയാക്കന്മാർ മുന്നേ ദഹിച്ച ഒരു പക്കായിട്ടേക്ക്. അപ്പൊ സാധാരണ ആൾമാർ ദഹിക്കും ചാൻസ് ഇല്ല. അതേപോലെ മേഘാണെങ്കിൽ കംപ്ലീറ്റ് ആ മരത്തിന് ചുറ്റുഭാഗത്തും കവറാക്കിയിട്ടുണ്ട്. അപ്പോ അയാളെ ഖാദിമായ അയാളെ സേവകനായവരെ വിളിച്ചു വന്നു, നീ എന്താക്കണോ അവിടെ പോകണം, അവിടെ പോയി ചൊല്ലണോ, ഇതാ ബഹിറ നിങ്ങളെ മക്കത്തിനെല്ലാം ഗൊന്തുണ്ടു, നീ എന്താക്കുണ്ട് ബഹിറിൻ്റെ ഔത്തുക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സദ്യ ഒരു ഒരു ബിരുന്ത് നിങ്ങൾക്ക് ഞങ്ങൾ റെഡിയാക്കിയത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഈ ബഹിറാൻ ചൊല്ലു ഈ പുരോഹിതൻ്റെ ഈ ആളെ ഖാദിമൊട്ടയാൾ ചൊന്തു. ഖാദിമ് വന്നിട്ട് ഇങ്ങോട്ട് ചൊന്തു, ദാ ഞങ്ങളെ പുരോഹിതൻ ഞങ്ങളെ നേതാവ് നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ബിരുന്താക്കിയിട്ട് വെച്ചത് എല്ലാവരും പറഞ്ഞു ചൊന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ നിങ്ങളെ സാമാനുണ്ടല്ലേ, നിങ്ങളെ മാനിയത്തെ സാമാനുണ്ടല്ലേ, ആ സാമാനത്തെ കാക്കുകയാനായിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ദൈപ്പാട്ടിയാറ്. ഒരു അങ്ങനെ സ്വർത്തില ഒരാളും രണ്ടാളും ദൈപ്പാട്ടിയാറ്. എല്ലാവരും അവിടെ ആശ്രമത്തിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു ഡോർ തുറന്നിട്ട് അയാൾ കൊടുത്തു. ആ ബഹിറാൻ ചൊല്ലപ്പുറയിൽ ഓരോ ആളെയും ഇങ്ങനെ ഉള്ളിൽ കടത്തുമ്പോൾ അയാൾ മരത്തിൽ അവിടെ നോക്കുമ്പോൾ ആ തണലങ്ങനെ മേയുണ്ട്, പന്തിയിട്ടില്ല. എല്ലാവരും ഉൾക പോയിട്ട് നോക്കുമ്പോഴേക്കും ആ തണൽ അവിടെ മേയുണ്ട്. എവിടെ ഉണ്ട് ആ മേഘത്തെ തണൽ ആ മരത്തിൽ അവിടെ മേയുണ്ട്. അപ്പം അയാൾ കേട്ടിട്ട് എന്നാരെങ്കിലും ബാക്കിയുള്ള ആറാൻ കേട്ടിട്ട്, എന്നാരെങ്കിലും അവിടെ ബാക്കിയുണ്ട, ആ മരത്തിലെല്ലാവരും ബാക്കിയുണ്ട. അപ്പം ചൊന്തു, ഒരു യതീമായ ഉമ്മ അബ്ബ ഇല്ലാത്ത ഒരു കിടാവിടെ ബാക്കിയുണ്ട്. അതേപോലെ ഞങ്ങളൊരു സ്വർത്ര ആളും അവിടെ ബാക്കിയുള്ള സാമാനെല്ലാം കാക്കു വേണമായിട്ട് അവിടെ ഞങ്ങൾ നിപ്പാട്ടികളാണ്. അപ്പോൾ അത് ചൊന്തു, അല്ല ഞങ്ങൾ രണ്ടാളെയും വിളിക്കണോ, അങ്ങും പറഞ്ഞോണ്ട്. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആ മരത്തിനടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആ മേഘവും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ബണ്ട് മനസ്സിലാക്കുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ബണ്ട് വന്നിട്ട് ആ ഖൈമറ മുട്ടത്തോളം എത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ ഖൈമയിൽ ആ ബഹിറാൻ ചുട പുരോഹിതന്റെ ആ ഖൈമ ഉൾക കടക്കലോട് കൂടി അത് ഫുള്ളായിട്ട് അവിടെയും മേഘ കവറായിട്ട് നിന്നെത്തി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നാളത്തെ ക്ലാസ്സിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ-റാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ മാഫാക്കണം അല്ലാഹ്. ഈ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ഞങ്ങൾ കേട്ട കാരണം പഠിച്ച കാരണം കൊണ്ട് ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ആ ഹബീബായ മുത്തു നബിന്റെ ശറഫാക്കപ്പെട്ട പൂമുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം അല്ലാഹ്. ആ മദീനയിലേക്ക് മുത്തുനബിക്ക് സലാം പറയാൻ, മുത്തുനബിയുടെ റൗള ശരീഫിൽ നിസ്കരിക്കാൻ, ആ ഖുബ്ബത്തുൽ ഖളറാ കണ്ണു നിറയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മക്കയിൽ പോയി മഖബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തവണ ആവർത്തിച്ച് അവസരം തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാണീയത്തിലും ഞങ്ങളുടെ സ്വത്തിലും ഞങ്ങളുടെ പണി നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ലാഭങ്ങളെ ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പെഞ്ഞായിമാർ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നലെ ഒരാൾ വന്ന് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സുഖമില്ല, ക്യാൻസറാണെന്ന് പറഞ്ഞു.
മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗം നീ ശിഫയാക്കണം അല്ലാ, നീ ശിഫയാക്കണം അല്ലാ. അതുപോലെ ദൊണ്ണ 4 വയസ്സുള്ളവരെ ഒരു കിടാവും ഹാർട്ട് സംബന്ധമായ പ്രയാസത്തിലാണ്. അള്ളാഹുബെ പൂർണ്ണമായ ശിഫ നൽകണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. അത്തരം ഞങ്ങളെയും കുടുംബങ്ങളെയും മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈരി ഖൽഖിഹി